സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയോടൊപ്പം കൂട്ടിരിപ്പുകാർ പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനം. SAT ആശുപത്രിയിൽ രോഗികളുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നത് വ്യാപകമായതിനെ തുടർന്നാണ് നടപടി. അതേസമയം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറമെ ബീച്ച് ആശുപത്രിയിലും ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുകയാണ്. കുടികൾ കുടിശ്ശികയായി കിട്ടാനുള്ളതിനാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് കമ്പനികൾ. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം, കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ എന്നിവർ ചേരുകയാണ്. ആദ്യം ആനന്ദിലേക്ക്. ആനന്ദ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം കഴിഞ്ഞ ദിവസം ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം ഈ വിതരണ കമ്പനികൾ നിർത്തിവെച്ചതായിരുന്നു ഇതിന് കാരണം. ഏകദേശം 30,000 കോടികൾ വരെ ഈ വിതരണ കമ്പനികൾക്ക് കുടിശ്ശികയായി ലഭിക്കാനുണ്ട്. അതിലെ ഒരു ഗഡുവായിട്ട് ഏപ്രിലിന് മുമ്പ് നൽകുമെന്നാണ് ചർച്ചകളിലൂടെ ഒരു തീരുമാനമുണ്ടായിരുന്നത്. പക്ഷേ അതും ലംഘിക്കപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തിനും അത്തരത്തിൽ പണം നൽകാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരമുഖത്തേക്ക് ഈ വിതരണ കമ്പനികൾ കടന്നത്. ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലും ഇതുമായി ബന്ധപ്പെട്ട ഈ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണോ? ഇതൊക്കെയും സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാക്കുകയാണല്ലേ? തീർച്ചയായും KP, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അനുദിനം കഴിയുന്തോറും രൂക്ഷമാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലായിരുന്നു. അതായത് ഈ വിതരണ കമ്പനിക്കാർക്ക്, ഇത് സംബന്ധിച്ച ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണ കമ്പനിക്കാർക്ക് കോടികൾ കുടിശ്ശിക ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ വിതരണം കമ്പനികൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഹൃദയ ശസ്ത്രക്രിയകൾ ഒരു പ്രതിസന്ധിയിലേക്ക് പോയത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ സമീപ പ്രദേശത്തുള്ള ജില്ലകളെ എല്ലാം രോഗികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ അതിനു പുറമെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും ഇത്തരത്തിൽ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. അതായത് ഇപ്പോൾ ഡിസംബർ 31 വരെ ഏകദേശം 3.5 കോടി രൂപയാണ് സർക്കാരിന് ഈ മെഡിക്കൽ കോളേജ് ബീച്ച് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ വിതരണ കമ്പനികൾക്ക് നൽകാനുള്ളത്. ഈ വിതരണ കമ്പനികൾ ഇത് സംബന്ധിച്ച് നോട്ടീസ് അധികൃതർക്ക് നൽകിയിരുന്നു. അതായത് ഈ ഏപ്രിൽ 1 മുമ്പ് ഈ നിൽക്കുന്ന കുടിശ്ശികകൾ മുഴുവൻ വിതരണം ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ 1 തീയതി മുതൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റെൻഡ് അടക്കമുള്ള ഈ ഉപകരണങ്ങളെ വിതരണം നിർത്തിവെക്കുമെന്നുള്ള നേരത്തെ തന്നെ അധികൃതർക്ക് ഒരു മുന്നറിയിപ്പും കത്തും നൽകിയിരുന്നു എന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെ തുടർന്ന് വീണ്ടും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പരിഹാരവും കാണാത്തതിനെ തുടർന്നാണ് ഈ കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടി വന്നത്. അതായത് ഏപ്രിൽ 1 മുതൽ ഈ വിതരണങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഈ തീരദേശ മേഖലയിൽ, അതായത് പ്രത്യേകിച്ച് കോഴിക്കോട് പ്രദേശത്തെ തീരദേശ മേഖലയിൽ വസിക്കുന്നവരുടെ, അതായത് സാധാരണക്കാരായ ആളുകളുടെ ഏക ആശ്രയ കേന്ദ്രമാണ് ഈ കോഴിക്കോട് ബീച്ചിലുള്ള ഈ ജനറൽ ആശുപത്രി. ഇവിടെ ഇപ്പോൾ ആൻജിയോഗ്രാം ഒഴികെയുള്ള ഹൃദയ ശസ്ത്രക്രിയകൾ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതോടുകൂടി വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദുരിതത്തിലായിരിക്കുകയാണ്. മാസം ഏകദേശം 100ഓളം സർജറികളാണ് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം നടത്തി വരാറുള്ളത്. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരനെ ദുരിതത്തിലാക്കുന്ന ഒരു കാഴ്ച. എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ സർക്കാർ ഈ ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള നടപടിയെടുത്തെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനയുടെ തീരുമാനം. ബീച്ച് ആശുപത്രി നേരത്തെയും ഇത്തരത്തിൽ 2 മാസത്തോളം ഇത്തരത്തിൽ സ്റ്റെൻഡുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായതുപോലെ തന്നെ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആശുപത്രി അധികൃതർ നൽകുന്ന പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഈ കാരുണ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തുക തങ്ങൾക്ക് ലഭിക്കാനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ വിതരണ കമ്പനികൾക്ക് ഈ പൈസ നൽകാൻ സാധിക്കാത്തതെന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിച്ചതായി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നം രൂക്ഷമാവുന്നു, അനുദിനം വർദ്ധിക്കുന്നവരും പ്രത്യേകിച്ച് ഈ അവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കാൻ തന്നെ ലക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ലക്ഷങ്ങൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ദിവസം സാധാരണ പണിക്ക് പോകുന്ന ദിവസവേതനക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകെ ആശ്രയമായിട്ടുള്ള ബീച്ച് ആശുപത്രിയിലും ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലായതോടെ തന്നെ ആളുകൾ ദുരിതത്തിലായിരിക്കുകയാണ്. KP, ശരി, ആനന്ദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അഖിൽ കൂടി ചേരുകയാണ്. അഖിൽ, ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ ഭീമമായ ഒരു തുകയാണ് ഈ വിതരണ കമ്പനിക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. പക്ഷേ അതൊക്കെ നൽകും എന്ന് പറയുന്നതല്ലാതെ കൃത്യമായ രീതിയിൽ നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പണം ലഭിക്കാതെ ഉപകരണങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വിതരണ കമ്പനികൾ എത്തി. പക്ഷേ ഏപ്രിൽ മാസം വരെയുള്ള തുക നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതുപോലും നൽകാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും സമരരംഗത്തേക്ക് അവർ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലായാലും സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞാലും ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി പോകുന്നു എന്നുള്ള ന്യായം പറഞ്ഞ് സാധാരണക്കാരൻ്റെ ചികിത്സ പോലും മുടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പിണറായി സർക്കാർ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്, അല്ലേ?
എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ പൈസ തരും എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല KP. കാരണം അവരെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയാണ്. അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമ്മൾ ദൃക്സാക്ഷികളുമാണ്. എന്തായാലും ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൽ വലിയ പ്രതിസന്ധി നേരിടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ള തുക, അതുപോലെ തന്നെ ആശുപത്രി നവീകരണത്തിന് പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല, അതുപോലെ തന്നെ കേടായ മെഷീനുകൾ മാറ്റിവാങ്ങുന്നില്ല എന്ന വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറികൾ അടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ കൂട്ടിരിപ്പ് കേന്ദ്രങ്ങളിൽ ആൾക്കാരെ പോലും മാറ്റി നിർത്തി ചില പരിഷ്കാരങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും അതുപോലെ തന്നെ SITയിലും അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മോഷണങ്ങൾ മുൻനിർത്തിയാണ് ഈ ഇത്തരത്തിലൊരു നടപടി എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്തായാലും പരിഷ്കരണങ്ങൾ മാത്രമാണ് ആരോഗ്യവകുപ്പിൽ നടക്കുന്നത്, അതിൽ പദ്ധതികളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏപ്രിൽ മാസം മുതലുള്ള ഈ മാർച്ച് മാസത്തിൻ്റെ പകുതിയോടുകൂടിയുള്ള തുകയാണ് പല മരുന്ന് കമ്പനികൾക്കും നൽകാനുള്ളത്, പല കമ്പനികൾക്കും സർക്കാർ നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. സർക്കാരുമായി ഇത്തരത്തിലൊരു കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് അവരും സൂചിപ്പിക്കുന്നത്. KP. ഒപ്പം തന്നെ അഖിൽ, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനമുണ്ടല്ലോ. ഇത് എത്രത്തോളം ഈ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ്? പ്രത്യേകിച്ച് ഇതിനൊരു ന്യായീകരണം പറയുന്നത് SIT ആശുപത്രി രോഗികളുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണല്ലോ. KP, പല മെഡിക്കൽ കോളേജുകളിലും രോഗിയോടൊപ്പം ഒരു കൂട്ടിരിപ്പുകാരെ മാത്രമാണ് ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നത് പൊതുവെ ഉണ്ടാകാറ്. പക്ഷേ പുറത്ത് രോഗികൾ, അതായത് കാഷ്വാലിറ്റിയുടെയും അതുപോലെ തന്നെ OPയുടെയും ഒക്കെ തന്നെ ബ്ലോക്കിൻ്റെയും ഒക്കെ തന്നെ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുകൂടി നിയന്ത്രണം വരുത്തണമെന്നതാണ് ഒരു പുതിയ നിർദ്ദേശമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SIT ആശുപത്രിയിലും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഉണ്ടായ മോഷണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും തയ്യാറാകുന്നത്. കാരണം രോഗികളോട് കൂട്ടിരിപ്പുള്ള ആൾക്കാർ കൃത്യമായ രേഖകൾ, അതായത് തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കണം. അവരല്ലാതെ, അതായത് ഒരു രോഗിയോടൊപ്പം 2 പേരാണ് ഉള്ളതെങ്കിൽ ആ 2 പേരുടെയും തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കണം. അവർ മാത്രമേ മാറി ആശുപത്രിക്കകത്ത് കൂട്ടിരിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധി തന്നെ നേരിടുന്നുവെന്ന് പല വിഷയങ്ങളും മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. KP. യെസ്, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ആനന്ദിലേക്ക്. ആനന്ദ്, ഇവിടെ അഖിൽ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലയെയും താറുമാറാക്കിയിരിക്കുകയാണ്. വലിയ പരിക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആരോഗ്യ മേഖലയിൽ ആ ഒരു പരിക്ക് വരുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. കാരണം പ്രതിസന്ധി അത്രത്തോളം കൂടുതൽ രൂക്ഷമാക്കും. പക്ഷേ എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നതാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തുന്നത്. വളരെ വേദനയോടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യവും അത് തന്നെയാണ്. കാരണം കോടികൾ കൊടുക്കാനുണ്ട്. വിതരണ കമ്പനിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് ന്യായീകരണമുണ്ട്. അവരെ കുറ്റം പറയാനും കഴിയില്ല. കാരണം പണം കൊടുക്കാതെ അവർക്ക് ഈ വിതരണം ചെയ്യാൻ പ്രായോഗികമായ പല പ്രയാസങ്ങളും ഉണ്ടല്ലോ. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടിയും ഇതിനകം ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലേ? കാരണം കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെയും പല തരത്തിലുള്ള ചർച്ചകളും നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധി വരും ദിവസങ്ങളിലും കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത, പ്രത്യേകിച്ച് ബീച്ച് ആശുപത്രിയിലടക്കം.
തീർച്ചയായും കെ പി, നമുക്കറിയാം ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ചിട്ട് ഏകദേശം മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ ആവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഈ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ട് തന്നെ ആളുകൾ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളമുള്ളത്. അത് വിദ്യാഭ്യാസ മേഖല ആവട്ടെ, പ്രത്യേകിച്ച് സ്കോളർഷിപ്പുകൾ നൽകാനുള്ളത് കുടിശ്ശികയായിരിക്കുന്നു. ഈ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാവട്ടെ മാസങ്ങളിലെ കുടിശ്ശിക ഇപ്പോഴും പെൻഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിലേക്ക്, അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആരോഗ്യ മേഖല അടക്കം ഇത് കടന്നിരിക്കുന്നു എന്നുള്ള ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ അനുദിനം കണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലും ഈ ബീച്ച് ആശുപത്രിയിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ നേരത്തെ തന്നെ ഈ ലിവർ, അതായത് വൃക്കയുമായി ബന്ധപ്പെട്ട ഡയാലിസിസുമായി ബന്ധപ്പെട്ട ഫ്ലൂയിഡുകൾക്കും ഇത്തരത്തിൽ ദൗർലഭ്യം ഉണ്ടായിരുന്നു. അതും ഈ വിതരണ കമ്പനികൾക്ക് ഇത്തരത്തിൽ ഈ കൃത്യമായി തന്നെ പലിശ കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഫ്ലൂയിഡുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാർത്തയും നേരത്തെ ജനൻ TV പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ ഹൃദയ ശസ്ത്രവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ സങ്കീർണമാവുന്ന, രൂക്ഷമാവുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. വിതരണ കമ്പനിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തുക ലഭിച്ചില്ലെങ്കിൽ അവർക്ക് അവരുടെ വിതരണം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളതെന്നാണ് അവരും പറയുന്നത്. അതായത് ഈ കോടികളാണ് കുടിശ്ശിക വരുന്നത്. ബീച്ച ജനറൽ ഒരു ആശുപത്രിയിൽ നിന്ന് മാത്രം 3.5 കോടി രൂപ ഈ ഡിസംബർ 31 വരെ വിതരണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഏത് തലത്തിലേക്കാണ് തങ്ങൾക്ക് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ആശങ്കയും വിതരണ കമ്പനികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പൈസ തങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് സ്റ്റെൻറ്റ് പോലുള്ള ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യാത്തത് അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് വളരെയധികം ദോഷം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബീച്ച് ആശുപത്രിയുടെ കാര്യം മാത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീരദേശ മേഖലയിലുള്ളവരാണ്, വളരെ സാധാരണക്കാരാണ്, ദിവസവേതനക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്ക് ചെല്ലുമ്പോൾ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട ഒരു ആവശ്യം വരും. ഈ ദിവസവും വളരെ ദിവസക്കൂലിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചെലവഴിക്കുക എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഗതി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ അവരുടെ ഏക ആശ്രയകേന്ദ്രമായിട്ടുള്ള ആ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾ ദിവസവും ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന ഈ ബീച്ച് ആശുപത്രിയിൽ ഇത്തരത്തിൽ ദുഃഖകരമായിട്ടുള്ള സങ്കടം ഉണ്ടാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ സമീപ പ്രദേശത്തെ ജില്ലകളിൽ നിന്നടക്കം ആളുകൾ എത്തിപ്പെടുന്ന, ആശ്രയിക്കുന്ന ഏക മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഈ രംഗം താറുമാറാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കണ്ടുകൊണ്ട് ആരോഗ്യ മേഖലയെ രക്ഷിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ പി, അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ, ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ തന്നെയാണ് ആവശ്യം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സാധാരണക്കാരുടെ ചികിത്സ പോലും നിഷേധിക്കുന്ന സർക്കാരിൻ്റെ സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമടൊപ്പം കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.